ഹലോ ഡോക്ടർ മഹേഷ്. അതേടാ പറയടാ. എന്താണ് പരിപാടി? ക്ലിനിക്കിലിരിക്കുന്നു. ഞാനേ നിനക്ക് ഒരു എക്സ്റേ അയച്ചു തന്നിട്ടുണ്ട്, നീ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഫോണിൽ ഇപ്പൊ അയച്ചതാ? ആ എന്റെ വൈഫിന്റെയാ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, 2 ദിവസമായി അവളുടെ കൈക്ക് ഫ്രാക്ചർ ആയിട്ട്. പക്ഷെ ചോദിക്കുമ്പോഴേ നല്ല പെയിൻ ഉണ്ടെന്ന് അവള് പറയണേ ഇപ്പോഴും. 2 ദിവസമായിട്ടും പെയിൻ ഉണ്ടെന്നോ? ആ മരുന്നൊന്നും കഴിക്കുന്നില്ല? മരുന്ന് കഴിക്കുന്നില്ല, പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു വെച്ചേക്കുക. പ്ലാസ്റ്റർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഒട്ടിച്ചു വെച്ചേക്കും. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഇപ്പൊ വിളിക്കാം. നീ ഒന്ന് നോക്കിട്ട് വിളിയെന്നാ. ഓക്കേടാ. പറയൂ. സിദ്ധു, വൈഫിന്റെ കൈ ഒടിക്കുന്നല്ലേ പറഞ്ഞത്? അതെ, കൈ. പക്ഷെ അളിയനിപ്പോ അയച്ചെന്നേക്കണ കാലിന്റെ എക്സ്റേ ആണല്ലോ. കാലിന്റെ എക്സ്റേ ആണെന്നോ? എടാ പൊട്ടാ, നീ ഇത്രയും നാളായിട്ട് കൈയുടെ എക്സ്റേ ആണോ കാലിന്റെ എക്സ്റേ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലടാ നിനക്ക്. എടാ നീ എനിക്ക് അയച്ചു തന്നേക്കണത് കൈയിന്റെ അല്ല, കാലിന്റെ എക്സ്റേ ആണ്. കാലിന്റെ എക്സ്റേ ആണോ? ആടാ. നിനക്ക് മാറപ്പെട്ടൊന്നുമില്ലല്ലോ. ഞാൻ വിളിക്കാവേ. കയ്യാണോ കാലാണോ? കണ്ടിട്ട് കാലിന്റെ എക്സ്റേ പോലെ ഉണ്ടല്ലോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തോ എവിടെയാണ്? വരുന്നു. ഓടി വാ. എന്താ സിദ്ധു? എന്റെ ചക്കര ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു. ശരിക്കും ഒരു 5 മിനിറ്റ് തന്നെ കാണാതായപ്പോ മിസ് ചെയ്തു. കാണാതിരിക്കാൻ പറ്റണില്ലെന്നേ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന നല്ല വേദന ഉണ്ടെന്നേ. ഒരാഴ്ച വേദന കാണുന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഭർത്താവ് നല്ലോണം നോക്കുവാണെങ്കിൽ പെട്ടെന്ന് മാറുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞോ? അതേത് ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അതാ ഏത് ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? സുധാകരൻ ഡോക്ടർ. എനിക്ക് തോന്നി അതേ പേര് തന്നെ പറയുന്നു. സുധാകരൻ ഡോക്ടർ. കണക്ഷൻ. സുധാകരൻ ഡോക്ടർ. ഈ സുധാകരൻ ഡോക്ടറെ എവിടെ വർക്ക് ചെയ്യണ? ഏത് ഹോസ്പിറ്റലാ? ഏത് സ്ഥലത്താ? വാഴക്കാലിലുള്ള സുധാകരൻ ഡോക്ടർ അല്ലേ? വാഴക്കാല സുധാകരൻ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, നല്ല വേദനയില്ലേ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ക്ലീൻ ബൗൾഡ്. ഒറ്റ മിനിറ്റ് അങ്ങനെ തന്നെ നിക്കണേ, അനങ്ങല്ലേ. ഞാനേ എക്സ്റേ ഒന്ന് ചെക്ക് ചെയ്യാം. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നല്ല ഫ്രാക്ചർ ഉണ്ട്. പക്ഷേ ഇത് കൈയുടെ അല്ല, കാലിന്റെയാണ്. അതെങ്ങനെ? കാലിന്റെ എക്സ്റേ. കാലിന്റെ? എന്താ ചേച്ചി വേദന പിന്നെയും കൂടിയോ? ആ വേദന ഞാൻ കൂട്ടുന്നുണ്ട്. എന്ത് ചേച്ചി കയ്യിൽ ചെടിച്ചട്ടിയൊക്കെ? ഞാനേ കറക്റ്റ് എറിഞ്ഞു കൊടുത്തപ്പോ കറക്റ്റ് പിടിച്ച്. ചിലപ്പോ മസിൽ മെമ്മറി കൊണ്ട് പിടിച്ചതാവാം. എങ്ങനെ പിടിച്ചത്? പെട്ടെന്ന് വേദന മാറി. എനിക്ക് തോന്നുന്നു ഹെയർലൈൻ ഫ്രാക്ചർ ആയതുകൊണ്ട് ശരിയായെന്ന് തോന്നുന്നല്ലേ ചേച്ചി? പരിപാടി പൊളിഞ്ഞ്. മനസ്സിലായി. അത് കാലിന്റെ എക്സ്റേയാ. ഞാനല്ലേ കാലോട് ചേട്ടടുത്ത് 100 രൂപ കൊടുത്ത് മേടിച്ചേ. നീ എന്റെ അടുത്ത് 500 രൂപ മേടിച്ചത്? വണ്ടി കൂലിക്ക് വേണ്ടേ പൈസ? പിന്നെ ഇങ്ങോട്ട് വന്നേ നീ. വാ എന്റെ ചക്കരക്ക് വാ.
ചോദിക്കട്ടെ എന്തല്ലയാ ഇത് വന്നേ തല്ലല്ലേ കഷ്ടപ്പെട്ടോടെ ഇത് ഒപ്പിക്കാൻ ചെറുതായിട്ട് അത്ര വലുതായിട്ടില്ല എത്ര വലുതായിട്ട് ഒപ്പിച്ചല്ലേ ഒന്നും ചെയ്യല്ലേ സത്യമായിട്ടൊന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യത്തില്ല ഗതികേട് കയറാൻ പറ്റിപ്പോയതാ എന്താ എന്താ അമ്മമ്മ ഇവളുടെ കൈയടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ അല്ല ചുമ്മാ ബ്ലാസ്റ്റ് ഇട്ട് വെച്ചേക്കാ അവള് എന്തിന്? അതെന്റെ അളിയൻ പറയടാ ഞാൻ തന്നെ പറയണ ചേച്ചിക്ക് അളിയന്റെ അറ്റൻഷനും കെയറും കിട്ടുന്നില്ല അപ്പൊ അളിയന്റെ അറ്റൻഷനും കെയറും ചേച്ചിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെ കണ്ടുപിടിച്ച ഐഡിയ ആണ്. എന്റെ ഐഡിയ ഒന്നും അല്ല സിദ്ധു. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞ തന്ന ഐഡിയയാ. ആണല്ലേ ഇത് പിടിച്ച് ഉമ്മ ഞാനേ ഇന്ന് ലച്ചൂസിന്റെ കൈ ഒന്ന് ഒടിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിക്ക് അറ്റൻഷനും കെയറും കൊടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ. ഒന്നും തോന്നരുതേ. ലച്ചു ഭാഗ്യം എന്നെ പിടിച്ചില്ല. ശരിയാ. മക്കളിങ്ങ അടുത്തോട്ട് വന്നേ. എന്താ അമ്മ? ഇങ്ങോട്ട് വന്നേ. എന്തോന്നാടോ ഇത്? മര്യാദക്ക് ഒരു കള്ളത്തരം കാണിക്കാൻ പോലും അറിയത്തില്ല. അടുത്തവണ സെറ്റ് ആക്കാം.